വെൽക്കം ടു എജൂസ് അക്കാഡമി. അപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, അതായത് നമ്മുടെ ഒരു APH എന്ന് പറഞ്ഞിട്ട് ആന്റി പാർട്ടം ഹെമറേജ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ക്ലാസ് ചെയ്തിരുന്നു അല്ലെ. അതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്ലാസെന്റ പ്രീവിയ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ആക്ച്വലി അന്ന് ഞാൻ ആ ക്ലാസ് പറഞ്ഞ് നടത്തുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇനി ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. അതാണ് അബ്രപ്ഷ്യോ പ്ലാസെന്റ അല്ലെ. അബ്രപ്ഷ്യോ പ്ലാസെന്റ എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷൻ കൂടെ ഉണ്ട്. സോ അത് കൂടെ നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അല്ലെ. സോ അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, അതായത് അബ്രപ്ഷ്യോ പ്ലാസെന്റ. എന്താണ് അബ്രപ്ഷ്യോ പ്ലാസെന്റ? അപ്പൊ എന്താണ് ഈ അബ്രപ്ഷ്യോ പ്ലാസെന്റ? അതായത് അബ്രപ്ഷ്യോ പ്ലാസെന്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പ്ലാസെന്റ സെപ്പറേറ്റ് ആവും. അതായത് പ്ലാസെന്റ കുറച്ചുകൂടെ പെട്ടെന്ന് സെപ്പറേറ്റ് ആയി വരും അല്ലെ. യൂട്രൈൻ കാവിറ്റിയിൽ നിന്ന് പ്ലാസെന്റ പ്രിമച്വർ ആയിട്ട് സെപ്പറേറ്റ് ആയി വരും. അതിനാണ് നമ്മൾ അബ്രപ്ഷ്യോ പ്ലാസെന്റ എന്ന് പറയുക. അതേസമയം പ്ലാസെന്റ പ്രീവിയ എന്താണ്? പ്ലാസെന്റ പ്രീവിയ എന്ന് പറഞ്ഞാൽ ലോ ലൈങ് പ്ലാസെന്റ അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ലോ ലൈങ് പ്ലാസെന്റ നമ്മുടെ സെർവിക്സിനടുത്ത് അല്ലെങ്കിൽ ഇന്റേണൽ ഓസിനടുത്ത് വന്നിട്ട് അവിടെ പ്ലാസെന്റ ലൈ ചെയ്യും. അതിനാണ് നമ്മൾ പ്ലാസെന്റ പ്രീവിയ എന്ന് പറയുക. അപ്പം അബ്രപ്ഷ്യോ പ്ലാസെന്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്ലാസെന്റയുടെ പൊസിഷൻ ആക്ച്വലി കറക്റ്റ് ആയിരിക്കും. അതായത് നോർമലി ആയിരിക്കും പ്ലാസെന്റ സിറ്റുവേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്ലാസെന്റയുടെ പൊസിഷൻ എന്ന് പറയുന്നത് നോർമൽ ആയിരിക്കും. പക്ഷേ അത് പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്തു പോകും കേട്ടോ. അതിനാണ് നമ്മൾ അബ്രപ്ഷ്യോ പ്ലാസെന്റ എന്ന് പറയുക. അപ്പോൾ സീരിയസ് ഒബ്സ്റ്റട്രിക് കണ്ടീഷൻ ഇൻ വിച്ച് ദ പ്ലാസെന്റ പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി സെപ്പറേറ്റ്സ് ഫ്രം ദ ഇന്നർ വാൾ ഓഫ് ദ യൂട്രസ് ബിഫോർ ചൈൽഡ് ബർത്ത്. അതായത് യൂട്രസിന്റെ ഇന്നർ വാൾ, യൂട്രസ് സപ്പോസ് ഇതാണെങ്കിൽ അതിന്റെ ഇന്നർ വാളിൽ ഇങ്ങനെ ആയിരിക്കുമല്ലോ പ്ലാസെന്റ ലൊക്കേറ്റ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ പ്ലാസെന്റ പൊസിഷൻ ചെയ്തിരിക്കുക അല്ലെ. അപ്പൊ നോർമൽ പൊസിഷൻ ഓഫ് പ്ലാസെന്റ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ അത് അപ്പർ യൂട്രസ് അല്ലെങ്കിൽ യൂട്രസിന്റെ അപ്പർ പോർഷനിലാണ്. അത് ചിലപ്പോൾ അത് ഫണ്ടസിലായിരിക്കും, അല്ലെങ്കിൽ അത് പോസ്റ്റീരിയർ അപ്പർ പാർട്ട് ഓഫ് ദ യൂട്രസ് ആയിരിക്കും കേട്ടോ. അപ്പം സാധാരണ നോർമൽ പൊസിഷൻ ഓഫ് പ്ലാസെന്റ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആക്യുറേറ്റ് ഉള്ള ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്രസിന്റെ പോസ്റ്റീരിയർ പോർഷൻ ആയിരിക്കും കേട്ടോ. അതില്ല എങ്കിൽ മാത്രം ഫണ്ടസ് നമ്മൾ എഴുതിയാൽ മതി, അല്ലെങ്കിൽ പോസ്റ്റീരിയർ പോർഷൻ ഓഫ് ദ യൂട്രസ് ആണ് നോർമലി പ്ലാസെന്റ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഇവിടെ അബ്രപ്ഷ്യോ പ്ലാസെന്റ എന്താണ്? Bleeding occurs due to premature separation of a normally situated placenta. അതായത് നോർമലി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന പ്ലാസെന്റ ആയിരിക്കും, അവിടെ നിന്ന് പ്ലാസെന്റ എന്തെയും പ്രിമച്വർ ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഏർലി ആയിട്ട് പ്ലാസെന്റ സെപ്പറേറ്റ് ആയി വരും. അതിനാണ് നമ്മൾ പ്ലാസെന്റ പ്രീവിയ എന്ന് പറയുക. അപ്പൊ ഇവിടെ നോക്കി ഡയഗ്രാം നമുക്ക് നോക്കുമ്പോൾ കാണാം, ഇത് ആക്ച്വലി ഒരു നോർമൽ പ്ലാസെന്റ ആണ് അല്ലെ. ഇത് ഒരു നോർമൽ പ്ലാസെന്റ ആണ്. പ്ലാസെന്റ അപ്പർ യൂട്രൈൻ സെഗ്മെന്റിലാണ് പ്ലാസെന്റ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇത് നോക്കിക്കേ, പ്ലാസെന്റൽ അബ്രപ്ഷ്യോ അല്ലെങ്കിൽ അബ്രപ്ഷ്യോ പ്ലാസെന്റ എന്ന് പറയുമ്പോൾ പ്ലാസെന്റ കുറേശ്ശെ സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട്, കുറേശ്ശെ ബ്ലീഡിങ് താഴേക്ക് വരുന്നുണ്ട് അല്ലെ. സോ ഇതാണ് അബ്രപ്ഷ്യോ പ്ലാസെന്റ എന്ന് പറയുക. അപ്പം ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്താണ്? സാധാരണ ഈ ഏരിയയിൽ നിന്ന്, അതായത് പ്ലാസെന്റ പ്രീവിയ അതുപോലെ അബ്രപ്ഷ്യോ പ്ലാസെന്റ ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. സോ അപ്പം അതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്താണ്? ഒന്ന്, ഹൈ പാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അമ്മ കൂടുതൽ പ്രാവശ്യം പ്രഗ്നന്റ് ആവുക, അതായത് പ്രഗ്നൻസിയുടെ എണ്ണം കൂടുക കേട്ടോ. പ്രഗ്നൻസിയുടെ എണ്ണം കൂടുക അത് ആക്ച്വലി ഒരു ഈ അബ്രപ്ഷ്യോ പ്ലാസെന്റയ്ക്ക് ഒരു റിസ്ക് ഫാക്ടർ ആയിട്ടാ പറയുക കേട്ടോ, ഹൈ പാരിറ്റി. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഗ്രാവിഡ 5 or more, അതായത് ഗ്രാവിഡിറ്റി 5ാമത് അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്ത് ചെയ്യും? എന്ത് പറയും? റിസ്ക് ഫാക്ടർ ഫോർ അബ്രപ്ഷ്യോ പ്ലാസെന്റ എന്ന് പറയും. രണ്ടാമത്തേത് ഇൻക്രീസ്ഡ് മെറ്റേണൽ ഏജ്, അതായത് അമ്മയുടെ പ്രായം ഏറും തോറും എന്താണ് ഈ അബ്രപ്ഷ്യോ പ്ലാസെന്റ ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നുണ്ട്. അത് ആക്ച്വലി അമ്മയുടെ പ്രായം ഏറുമ്പോൾ അബ്രപ്ഷ്യോ പ്ലാസെന്റ മാത്രമല്ല പ്രഗ്നൻസി അസോസിയേറ്റഡ് ആയിട്ട് പല കോംപ്ലിക്കേഷൻസും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് മെറ്റേണൽ ഏജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ. സാധാരണ മെറ്റേണൽ ഏജ് മോർ ദാൻ 35 വയസ്സ് കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ സാധാരണ ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് പറയുക. മൂന്നാമതായിട്ട് പറയുക മാൽ ന്യൂട്രീഷൻ ആണ്, അതായത് മെറ്റേണൽ മാൽ ന്യൂട്രീഷനും ഈ അബ്രപ്ഷ്യോ പ്ലാസെന്റയ്ക്ക് ഒരു റിസ്ക് ഫാക്ടർ ആയിട്ട് പറയുന്നുണ്ട്. നാലാമത്തെ കാര്യം സ്മോക്കിംഗ്, അതായത് അതും മെറ്റേണൽ സ്മോക്കിംഗ്. അമ്മ പുകവലിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ പുകയില അല്ലെങ്കിൽ നമ്മുടെ സിഗരറ്റിലൊക്കെ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ അല്ലെ. നിക്കോട്ടിൻ എന്താണ്? നിക്കോട്ടിൻ ഈ വാസോസ്പാസം ഉണ്ടാക്കും, അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിനെ കൺസ്ട്രിക്ട് ചെയ്യും. സോ അത് കാരണമാണ് സാധാരണ മെറ്റേണൽ സ്മോക്കിംഗ് ഈ അബ്രപ്ഷ്യോ പ്ലാസെന്റ ഉണ്ടാക്കാനുള്ള റീസൺ അതാണ്. കാരണം എന്താണ്? ഈ പ്ലാസെന്റൽ ബ്ലഡ് വെസൽസിൽ എന്തുണ്ടാക്കും? സ്പാസം ഉണ്ടാക്കി കളയും. പ്ലാസെന്റൽ ബ്ലഡ് വെസൽസിൽ സ്പാസം ഉണ്ടാക്കും. അപ്പൊ അത് ആക്ച്വലി
പെട്ടെന്ന് പ്ലാസന്റ സെപ്പറേറ്റ് ആയി വരാനുള്ള സാധ്യത കൂട്ടുന്നു കേട്ടോ. അടുത്ത് വളരെ കോമൺ ആയിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന അടുത്തൊരു റിസ്ക് ഫാക്ടറാണ് ഹൈപ്പർ ടെൻഷൻ ഇൻ പ്രഗ്നൻസി. നമ്മൾ ആക്ച്വലി PIH, പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ, പിന്നെ ജെസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ പറയുമല്ലോ. സോ അത് ആക്ച്വലി ഈ ഹൈപ്പർ ടെൻഷൻ ഇൻ പ്രഗ്നൻസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു റിസ്ക് ഫാക്ടർ ആണ് കേട്ടോ. അപ്പം ഇതും ഇമ്പോർട്ടന്റ് ആണ്. സോ ഹൈപ്പർ ടെൻഷൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രീ ഡിസ്പോസിംഗ് ഫാക്ടർ. ഇമ്പോർട്ടന്റ് ആണ് ഇത്. ഹൈപ്പർ ടെൻഷൻ ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന പ്രീ ഡിസ്പോസിംഗ് ഫാക്ടർ. ഇതിലാണ് അബ്രപ്ഷോ പ്ലാസന്റൈൽ കേട്ടോ. അപ്പം നമ്മൾ അബ്രപ്ഷോ പ്ലാസന്റയുടെ ഡെഫിനിഷൻ കണ്ടു. എന്താണ്? പ്രിമച്വർ സെപ്പറേഷൻ ഓഫ് നോർമലി സിറ്റുവേറ്റഡ് പ്ലാസന്റ അല്ലെ. പ്ലാസന്റ നോർമൽ ആയിട്ട് സിറ്റുവേറ്റ് ചെയ്തിരിക്കും, പക്ഷെ അവിടെ എന്ത് ചെയ്യും? പ്ലാസന്റ നേരത്തെ സെപ്പറേറ്റ് ചെയ്ത് വരുന്നു. സോ ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഇതിന്റെ ടൈപ്സ് ആണ്. ടൈപ്സ് ഓഫ് പ്ലാസന്റ പ്രീവിയ. അതിൽ ആക്ച്വലി നമുക്ക് 3 ടൈപ്പാണ് പറയാനുള്ളത്. ഒന്നാമത്തേത് അല്ലെങ്കിൽ ആദ്യത്തേത് പറയുക റിവീൽഡ് പ്ലാസന്റ പ്രീവിയ കേട്ടോ. റിവീൽഡ് പ്ലാസന്റ പ്രീവിയ ഇമ്പോർട്ടന്റ് ആണ്. റിവീൽഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് അതിന്റെ അർത്ഥം അല്ലെങ്കിൽ ഈ റിവീൽഡിന്റെ അർത്ഥം പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല. റിവീൽ ചെയ്തു വരും. അതായത് ഈ അബ്രപ്ഷോ പ്ലാസന്റ എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കത് റിവീൽ ആയി വരും അല്ലെ. അതിനാണ് നമ്മൾ റിവീൽഡ് അബ്രപ്ഷോ പ്ലാസന്റ എന്ന് പറയാം. അപ്പോ ഇത് മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്ന ടൈപ്പ് അബ്രപ്ഷോ പ്ലാസന്റ ആണ് ചോദിക്കാൻ കേട്ടോ. മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്ന അബ്രപ്ഷോ പ്ലാസന്റ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ആൻസർ റിവീൽഡ് പ്ലാസന്റ പ്രീവിയ ആണ്. സോ ഇവിടെ എന്താ റിവീൽ ചെയ്യുന്നത്? ഈ അബ്രപ്ഷോ പ്ലാസന്റ വരുമ്പോൾ കുറച്ച് ബ്ലീഡിങ് ഉണ്ടാവും. അതായത് യൂട്രൈൻ കാവിറ്റിയിൽ നിന്ന് പ്ലാസന്റ സെപ്പറേറ്റ് ചെയ്ത് വരുമ്പോൾ എന്താണ്? ഈ മെറ്റേണൽ സൈഡിൽ നിന്ന് കുറച്ച് ബ്ലീഡിങ് ഉണ്ടാവും അല്ലെ. സോ ആ ബ്ലീഡിങ് പുറത്തേക്ക് വരുന്നതിനെയാണ് നമ്മൾ റിവീൽഡ് എന്ന് പറയുക. സോ ഫോളോയിങ് ദി സെപ്പറേഷൻ ഓഫ് പ്ലാസന്റ യൂട്രൈൻ കാവിറ്റിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തു വരുമ്പോൾ എന്ത് സംഭവിക്കും? ബ്ലഡ് കംസ് ഔട്ട് ഓഫ് ദ സെർവൈക്കൽ കനാൽ. അമ്മയുടെ സെർവൈക്കൽ കനാലിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് വരും. സോ വിച്ച് ഈസ് വിസിബിൾ എക്സ്റ്റേണലി. ഇത് നമുക്ക് എന്ത് ചെയ്യാം? പുറത്തു നിന്ന് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഈ ബ്ലഡ് പുറത്തേക്ക് വരുന്നു. സോ അതിനെയാണ് നമ്മൾ റിവീൽഡ് പ്ലാസന്റ പ്രീവിയ എന്ന് പറയുക. സോ നമുക്ക് ഈ ഡയഗ്രത്തിൽ കാണാം. ഇവിടെ എന്ത് സംഭവിച്ചു? നമുക്ക് കണ്ടേ, അതായത് ഇവിടെ അബ്രപ്ഷോ പ്ലാസന്റ ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ പ്ലാസന്റ നേരത്തെ സെപ്പറേറ്റ് ആയി വന്നിരിക്കുന്നു. അപ്പൊ തന്നെ ബ്ലീഡിങ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മെറ്റേണൽ സൈഡിൽ നിന്ന് അമ്മയുടെ സെർവൈക്കൽ കനാൽ വഴി ബ്ലഡ് പുറത്തേക്ക് വരുന്നു. സോ ഇതാണ് റിവീൽഡ് പ്ലാസന്റ പ്രീവിയ കേട്ടോ. നെക്സ്റ്റ് പറയുക റിവീൽഡ് പ്ലാസന്റ പ്രീവിയ അല്ല, റിവീൽഡ് അബ്രപ്ഷോ പ്ലാസന്റ. നെക്സ്റ്റ് വരുന്നത് കൺസീൽഡ് അബ്രപ്ഷോ പ്ലാസന്റ ആണ്. കൺസീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസീൽഡ് അല്ലെ. സീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് പുറത്തേക്ക് കാണാനായിട്ട് കഴിയില്ല അല്ലെ. അതാണ് കൺസീൽഡ് എന്ന് പറയുക. സോ ഇവിടെ ബ്ലഡ് കളേഴ്സ് ബിഹൈൻഡ് ദ സെപ്പറേറ്റഡ് പ്ലാസന്റ ഓർ കളക്ടഡ് ഇൻ ബിറ്റ്വീൻ ദ മെംബ്രെയിൻസ് ആൻഡ് ഡെസിഡ്യൂവ. അതായത് ഈ പ്ലാസന്റ നേരത്തെ സെപ്പറേറ്റ് ആയിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യുന്നു? ബ്ലഡ് പുറത്തേക്ക് വരുന്നില്ല, ബ്ലഡ് പുറത്തേക്ക് ലീക്ക് ഔട്ട് ആകുന്നില്ല. സോ അതിനെയാണ് കൺസീൽഡ് അബ്രപ്ഷോ പ്ലാസന്റ എന്ന് പറയുക. ബ്ലഡ് കളക്ട്സ് ബിഹൈൻഡ് ദ സെപ്പറേറ്റഡ് പ്ലാസന്റ ഓർ കളക്ടഡ് ഇൻ ബിറ്റ്വീൻ ദ മെംബ്രെയിൻസ് ആൻഡ് ഡെസിഡ്യൂവ. അതിനെയാണ് നമ്മൾ കൺസീൽഡ് ടൈപ്പ് എന്ന് പറയുക. ഇതൊരു റയർ ടൈപ്പ് ഓഫ് അബ്രപ്ഷോ പ്ലാസന്റ ആണ് കേട്ടോ. ഇത് ഒരു റയർ ടൈപ്പ് ഓഫ് അബ്രപ്ഷോ പ്ലാസന്റ ആണ്. യൂട്രസ് അപ്പിയേഴ്സ് ബ്ലൂയിഷ് ഓർ വൈൻ കളേർഡ്. അതായത് ഈ ബ്ലീഡിങ് ഉണ്ടായത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കുക? യൂട്രസ് ഒരു ബ്ലൂയിഷ് ഡിസ്കളറേഷനോ അല്ലെങ്കിൽ വൈൻ കളേർഡോ ആയിട്ടായിരിക്കും ഈ കൺസീൽഡ് ടൈപ്പ് ഓഫ് അബ്രപ്ഷോ പ്ലാസന്റയിലെ യൂട്രസ് കാണുക. ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫീറ്റൽ ഡെത്ത് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കൺസീൽഡ് അബ്രപ്ഷോ പ്ലാസന്റ. കാരണം എന്താണ്? കാരണം എന്താ വെച്ചാല് നമുക്ക് ഈ റിവീൽഡ് അബ്രപ്ഷോ പ്ലാസന്റയിൽ എന്ത് സംഭവിക്കുന്നത്? ബ്ലീഡിങ് ഉണ്ടാകും. അപ്പൊ നമുക്ക് ഏർലി ആയിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇവിടെ ആണെങ്കിലോ ബ്ലീഡിങ് ഉണ്ടാകുന്നത് നമ്മൾ അറിയുന്നില്ല അല്ലേ. സോ അതുകൊണ്ട് തന്നെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ തന്നെ ഈ കോവലേർ യൂട്രസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ പഠിക്കും. സോ ഈ കോവലേർ യൂട്രസും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ ഈ കൺസീൽഡ് ബ്ലീഡിങ് വരുമ്പോഴത്തേക്കാണ് കേട്ടോ. അടുത്ത മൂന്നാമത് പറയുന്നത് എന്താണ്? മിക്സ്ഡ് ടൈപ്പ് ഓഫ് അബ്രപ്ഷോ പ്ലാസന്റ. പേര് പറയുന്നത് പോലെ തന്നെ 2 ടൈപ്പ്
ടൈപ്പ് ഉണ്ടാവും, അതായത് കൺസീൽഡും റിവീൽഡും ഒരുമിച്ച് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ഈ മിക്സ്ഡ് ടൈപ്പ് ഓഫ് അബ്രപ്ഷോ പ്ലാസന്റ എന്ന് പറയുന്നത്. സം പാർട്ട് ഓഫ് ദ ബ്ലഡ് കളക്ട്സ് ഇൻസൈഡ്, അതിനാണ് നമ്മൾ കൺസീൽഡ് എന്ന് പറയുന്നത്. ആൻഡ് പാർട്ട് ഈസ് എക്സ്പെൽഡ് ഔട്ട്, അതിനെ നമ്മൾ റിവീൽഡ് എന്ന് പറയും. സോ ഈ രണ്ട് ടൈപ്സും ഉള്ളതിനെയാണ് നമ്മൾ മിക്സ്ഡ് അബ്രപ്ഷോ പ്ലാസന്റ എന്ന് പറയുക. അപ്പൊ എന്താണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്? ഒന്നാമത് നമ്മൾ അബ്രപ്ഷോ പ്ലാസന്റയുടെ ഡെഫിനേഷൻ പഠിച്ചു അല്ലേ. എന്താണ് അബ്രപ്ഷോ പ്ലാസന്റ? അതായത് പ്രിമച്വർ ബ്ലീഡിങ്, അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവും ഡ്യൂ ടു പ്രിമച്വർ സെപ്പറേഷൻ ഓഫ് നോർമലി സിറ്റുവേറ്റഡ് പ്ലാസന്റ നോർമലി സിറ്റുവേറ്റ് ചെയ്തിരിക്കും, നോർമലി അതിന്റെ പൊസിഷൻ ഒക്കെ കറക്റ്റ് ആയിരിക്കും. പക്ഷെ എന്തുണ്ടാവും? പ്രിമച്വർ സെപ്പറേഷൻ ഉണ്ടാവും. ഈ പ്ലാസന്റ പെട്ടെന്ന് നേരത്തെ യൂട്രൈൻ കാവിറ്റിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തു വരും. സോ അതിനെയാണ് നമ്മൾ അബ്രപ്ഷോ പ്ലാസന്റ എന്ന് പറയുക. അതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ കണ്ടു അല്ലെ, അതായത് സ്മോക്കിംഗ് ഉണ്ട്, മൾട്ടി പാരിറ്റി ഉണ്ട്, ഇൻക്രീസ്ഡ് മെറ്റേണൽ ഏജ് ഉണ്ട്, പിന്നെ അതുകൂടാതെ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് BP ദാറ്റ് ഈസ് സീൻ ഇൻ പ്രഗ്നൻസിയിൽ നമ്മൾ BP കൂടുതലായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ അതും ഈ അബ്രപ്ഷോ പ്ലാസന്റയുടെ ഒരു റിസ്ക് ഫാക്ടർ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ ടൈപ്സ് പഠിച്ചു. ഏറ്റവും കോമൺ ആയിട്ട് പറയുന്ന ടൈപ്പ് റിവീൽഡ് ടൈപ്പ് ആണ്, സെക്കൻഡ് കൺസീൽഡ് ടൈപ്പ് ആണ്, മൂന്നാമത്തേത് മിക്സ്ഡ് ടൈപ്പ് അബ്രപ്ഷോ പ്ലാസന്റ. ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രേഡിംഗ് ഓഫ് അബ്രപ്ഷോ പ്ലാസന്റ ആണ്. സോ ഇത് മെയിൻ ആയിട്ട് ആദ്യം പറയാം ഗ്രേഡ് 0 ആണ്. ഗ്രേഡ് 0 എന്താണ്? ക്ലിനിക്കൽ ഫീച്ചേഴ്സ് മേ ബി ആബ്സെന്റ്, അതായത് ഈ ബ്ലീഡിങ് വളരെ മിനിമൽ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഒന്നും പ്രത്യേകിച്ച് കാണത്തില്ല. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നമ്മളിപ്പോൾ വരുന്ന സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്യും. സോ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് സാധാരണ കാണത്തില്ല. ഡയഗ്നോസിസ് മെയ്ഡ് ആഫ്റ്റർ ഇൻസ്പെക്ഷൻ ഓഫ് ദ പ്ലാസന്റ ഫോളോയിങ് ഡെലിവറി. പക്ഷെ എപ്പോഴായിരിക്കും അറിയുക? അതായത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്ലാസന്റൽ എക്സാമിനേഷൻ ചെയ്യും അല്ലേ. സോ പ്ലാസന്റൽ എക്സാമിനേഷൻ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ സാധാരണ ഈ ഗ്രേഡ് 0 അബ്രപ്ഷോ പ്ലാസന്റ നമ്മൾ മനസ്സിലാക്കുക. അതേസമയം ഗ്രേഡ് 1 ആണെങ്കിലോ സ്ലൈറ്റ് വജൈനൽ ബ്ലീഡിങ് മിനിമൽ ആയിട്ട് ഉണ്ടാകും. യൂട്രസ് ഇറിറ്റബിൾ ആയിരിക്കും, അതായത് ഈ ഒരു ഒരു ബ്ലീഡിങ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കളക്ഷൻ ഓഫ് ബ്ലഡ് ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ യൂട്രസ് ഇറിറ്റബിൾ ആയിരിക്കും. അവിടെ യൂട്രസ് ടെൻഡർ ആയിരിക്കും, അല്ലെങ്കിൽ ടെൻഡർനെസ് ഓഫ് ദ യൂട്രസ് ഉണ്ടാകും. എങ്ങനെയാണ്? മിനിമൽ ആയിട്ടുള്ള ടെൻഡർനെസ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ടെൻഡർനെസ് ആബ്സെന്റ് ആയിരിക്കും. അതെങ്ങനെയാണ്? വളരെ മിനിമം ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാകുന്നതെങ്കിൽ ആബ്സെന്റ് ടെൻഡർനെസ് ആയിരിക്കും. അതേസമയം FHS അല്ലെങ്കിൽ ഫീറ്റൽ ഹാർട്ട് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. FHS ഗുഡ് ആയിരിക്കും. അടുത്ത പറയുക ഗ്രേഡ് 2 ആണ്. മൈൽഡ് ടു മോഡറേറ്റ് വജൈനൽ ബ്ലീഡിംഗ് ഉണ്ടാവും. യൂട്രൈൻ ടെൻഡർനെസ് ഉണ്ട് കേട്ടോ, യൂട്രൈൻ ടെൻഡർനെസ് ഉണ്ട്. ഇൻക്രീസ്ഡ് മെറ്റേണൽ പൾസ്. അതിന്റെ റീസൺ എന്താണ്? നമുക്ക് സാധാരണ നമ്മൾ ഷോക്കിലൊക്കെ പഠിക്കുന്നത് അല്ലേ, ഇൻക്രീസ്ഡ് പൾസ്. അപ്പോൾ ബ്ലീഡിങ് കൂടുതലായിട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അത് ഒരു നമ്മുടെ കോമ്പൻസേറ്ററി മെക്കാനിസം എന്നുള്ള രീതിയിൽ തന്നെ എന്ത് സംഭവിക്കും? അമ്മയുടെ പൾസ് റേറ്റ് കൂടും. കൂടാതെ ഫീറ്റൽ ഡിസ്ട്രസ് ഓർ ഫീറ്റൽ ഡെത്ത് ഒക്കർ. അതായത് ഈ ഗ്രേഡ് 2 എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ സിവിയർ ആയിട്ടുള്ള ഒരു അബ്രപ്ഷോ പ്ലാസന്റയാണ്. അവിടെ ഫീറ്റൽ ഡിസ്ട്രസ് ഉണ്ടാകും, അതോടൊപ്പം തന്നെ ഫീറ്റൽ ഡെത്തും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പറയുക മൂന്നാമത്തെ ടൈപ്പാണ്, അല്ലെങ്കിൽ ലാസ്റ്റ് ടൈപ്പാണ് ഗ്രേഡ് 3. അതിന് മോഡറേറ്റ് ഓർ സിവിയർ ബ്ലീഡിംഗ് ഓർ മേ ബി കൺസീൽഡ്. അതായത് മോഡറേറ്റ് ബ്ലീഡിംഗ് അല്ലെങ്കിൽ സിവിയർ ബ്ലീഡിംഗ് ഉണ്ടാവും. ചിലപ്പോൾ എന്തുണ്ടാവും? കൺസീൽഡ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ആയിരിക്കും ഈ ഗ്രേഡ് 3 ഉണ്ടാവുക. അതേസമയം യൂട്രൈൻ ടെൻഡർനെസ്, അതായത് നന്നായിട്ട്, അല്ലെങ്കിൽ യൂട്രസ് എന്ന് പറയുന്നത് ഹൈലി ടെൻഡർ ആയിരിക്കും കേട്ടോ. നമുക്ക് തൊടുപ്പ് തന്നെ ഇങ്ങനെ എന്താണ് പ്രകമ്പനം ഉണ്ടാകും, അല്ലെങ്കിൽ ഇങ്ങനെ വീർത്തു നിൽക്കും. സോ യൂട്രൈൻ ടെൻഡർനെസ് ഉണ്ടാകും. കൂടാതെ ഫീറ്റൽ ഡെത്തിനും ഉള്ള സാധ്യത കൂടുതലാണ് ഗ്രേഡ് 3. ദെൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ബ്ലീഡിംഗ് ഇൻ പ്ലാസന്റൽ അബ്രപ്ഷൻ, അല്ലെങ്കിൽ അബ്രപ്ഷോ പ്ലാസന്റയിൽ ഉണ്ടാകുന്ന ബ്ലീഡിംഗ് എന്ന് പറയുന്നത് എവിടെ നിന്നായിരിക്കും വരിക? അത് എപ്പോഴും മെറ്റേണൽ ബ്ലീഡിംഗ് ആയിരിക്കും, ഫീറ്റൽ ബ്ലീഡിംഗ് അല്ല. ഈ അബ്രപ്ഷോ പ്ലാസന്റയിൽ വരുന്ന ബ്ലീഡിംഗ് എന്തായിരിക്കും? നോട്ട് എഴുതി വെച്ച് പഠിക്കുക കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. മെറ്റേണൽ ബ്ലീഡിംഗ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ആക്ച്വലി ഈ ബ്ലീഡിംഗ് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ആക്ച്വലി പ്ലാസന്റ പ്രീവിയ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ പറഞ്ഞു അവിടെയും ബ്ലീഡിംഗ് ഉണ്ടാവും എന്ന് പറഞ്ഞല്ലേ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താണ്? പെയിൻലെസ് ബ്ലീഡിംഗ്. അതിന്റെ റീസൺ ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ഇൻ കേസ് നിങ്ങൾ കേട്ടില്ലെങ്കിൽ അത് കേട്ട് നോക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇവിടെ ആക്ച്വലി ഈ അബ്രപ്ഷോ പ്ലാസന്റയിലും ബ്ലീഡിംഗ് ആണ്. പ്രത്യേകിച്ച് ഈ റിവീൽഡ് ടൈപ്പിൽ എന്തുണ്ടാവും? ബ്ലീഡിംഗ് ഉണ്ടാവില്ല. സോ ഈ പ്ലാസന്റ പ്രീവിയയിലും അബ്രപ്ഷോ പ്ലാസന്റയിലും ഉണ്ടാകുന്ന ബ്ലീഡിംഗിന്റെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. സോ പ്ലാസന്റ പ്രീവിയയിലും സാധാരണ ബ്ലീഡിംഗ് 3rd ട്രൈമസ്റ്റർ ഉണ്ടാകാറുണ്ട്. ബ്രൈറ്റ് റെഡ് ആയിരിക്കും, നമ്മൾ പറഞ്ഞല്ലേ, ബ്രൈറ്റ് റെഡ് ആയിരിക്കും. പെയിൻലെസ്, കോസ്ലെസ്, ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ പറഞ്ഞതാണ്. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. റെക്കറന്റ് ഇൻ സെയിം പ്രഗ്നൻസി, കൂടാതെ ഇതൊരു വാർണിംഗ് ഹെമറേജ് ആണ്. അതേസമയം അബ്രപ്ഷോ പ്ലാസന്റ ആണെങ്കിലോ
അതും കോമൺലി ഉണ്ടാകുക തേർഡ് ട്രൈമസ്റ്റർ ബ്ലീഡിംഗ് ആയിരിക്കും. അതേസമയം ഡാർക്ക് റെഡ്, ഈ ബ്ലഡ് വരുന്നത് എന്താണ്, ഡാർക്ക് റെഡ് കളർ ആയിരിക്കും. കാരണം എന്താണ്, നമുക്ക് ആ ബ്ലീഡിങ് വരുന്നത് പോലെ തന്നെ അപ്പൊ തന്നെ ബ്ലഡ് പുറത്തേക്ക് വരുന്നില്ല, ചിലപ്പോൾ കുറച്ച് സമയം ഈ യൂട്രൈൻ ക്യാവിറ്റിയിൽ നിന്നിട്ടായിരിക്കും വരിക. അതുകൊണ്ട് തന്നെ ഇത് ഡാർക്ക് റെഡ് കളർ ആയിരിക്കും. ഈ എന്താണ്, ബ്ലീഡിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് പെയിൻ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അബ്രപ്ഷ്യോ പ്ലാസന്റയിൽ എന്ത് സംഭവിക്കും, ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ പ്ലാസന്റ പ്രീവിയയിൽ പറഞ്ഞത് പെയിൻലെസ് ബ്ലീഡിംഗ് ആണ്. കാരണം എന്താണ്, ഈ പ്ലാസന്റ ലോ ലൈങ് ആണ്, അവിടെ നെർവ് ഫൈബേഴ്സ് അല്ലെങ്കിൽ പെയിൻ ഫൈബേഴ്സ് കുറവാണ്. അതേസമയം ഇതെന്താണ്, അബ്രപ്ഷ്യോ പ്ലാസന്റയിൽ പ്ലാസന്റയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നോർമൽ ആണ്, അതായത് അപ്പർ യൂട്രൈൻ സെഗ്മെന്റിലായിരിക്കും. അവിടെ പെയിൻ ഫൈബേഴ്സ് അല്ലെങ്കിൽ പെയിനെ ക്യാരി ചെയ്യുന്ന നെർവ് ഫൈബേഴ്സ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പെയിൻ ഇൻ അബ്ഡോമിൻ ഉണ്ടാകാം. പിന്നെ ഇതിന്റെ റീസൺ എന്താണ്, ട്രോമ ആവുന്നത്, അതായത് ആക്സിഡന്റൽ ഹെമറേജ് കൊണ്ടുണ്ടാകാം. അതുകൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് ഒരു കാരണമാണ്. കൂടാതെ ഇൻക്രീസ്ഡ് BP, അതായത് പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ്, ഈ അബ്രപ്ഷ്യോ പ്ലാസന്റ ഉണ്ടാകാനുള്ള ഒരു റിസ്ക് ഫാക്ടർ ആണ്. കൂടാതെ നോ വാർണിംഗ് ഹെമറേജ്, ഇവിടെ എന്താണ്, വാർണിംഗ് ഹെമറേജ് ഇല്ല, സ്ട്രൈറ്റ് അവേ ബ്ലീഡിംഗ് ഉണ്ടാവുക ചെയ്യുന്നത്. ഇവിടെ നോ വാർണിംഗ് ഹെമറേജ് ആണ്, അതായത് വാർണിംഗ് ഹെമറേജ് ഇല്ല. അതേസമയം പ്ലാസന്റ പ്രീവിയൽ ഇതൊരു വാർണിംഗ് ഹെമറേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ജസ്റ്റ് ആ ബ്ലീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതാണ് ഏറ്റവും സിഗ്നിഫിക്കന്റ്, അല്ലെങ്കിൽ ഹാർട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കോർ കൺസെപ്റ്റ് ആണ് അത്. സോ ഇവിടെ ഈ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് അബ്രപ്ഷ്യോ പ്ലാസന്റ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിഗ്രി ഓഫ് പ്ലാസന്റൽ സെപ്പറേഷൻ. ഈ പ്ലാസന്റ എത്രത്തോളം സെപ്പറേറ്റ് ചെയ്തു, അതുകൂടാതെ ഏത് സ്പീഡിലാണ് ഈ പ്ലാസന്റൽ സെപ്പറേഷൻ നടക്കുന്നത്, കൂടാതെ എമൗണ്ട് ഓഫ് കൺസീൽഡ് ബ്ലഡ് ഇൻ ദ യൂട്രൈൻ ക്യാവിറ്റി, യൂട്രൈൻ ക്യാവിറ്റിയിൽ എത്രത്തോളം ബ്ലഡ് കൺസീൽഡ് ആയിട്ട് അല്ലെങ്കിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. സോ ഇത്രയും ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് അബ്രപ്ഷ്യോ പ്ലാസന്റയിൽ വരിക. അടുത്ത ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുക, ഷോക്ക് ഔട്ട് ഓഫ് പ്രപ്പോർഷൻ ടു വിസിബിൾ എക്സ്റ്റേണൽ ബ്ലീഡിങ്. അതായത് ഇവിടെ എന്തുണ്ടാവും, ഇവിടെ ഷോക്ക് ഉണ്ടാകും. ഷോക്ക് ഉണ്ടാകാനുള്ള കാരണം എന്താണ്, ഹൈപ്പോ ടെൻഷൻ ആണ്. അപ്പോൾ ഹൈപ്പോ ഒളീമിക് ഷോക്ക് ആണ് ഇവിടെ ഉണ്ടാകുക. അതായത് ബ്ലീഡിങ് ഉണ്ടായത് കാരണം തന്നെ നമ്മുടെ ഇൻട്രാവാസ്കുലർ കമ്പോണന്റ് കുറഞ്ഞു പോയിട്ട് സാധാരണ ബ്ലീഡിങ് ഉണ്ടാകും അല്ലെ. അപ്പം ഷോക്ക് ഔട്ട് ഓഫ് പ്രപ്പോർഷൻ ടു വിസിബിൾ എക്സ്റ്റേണൽ ബ്ലീഡിങ്. അടുത്ത രണ്ടാമത്തേത് അൺഎക്സ്പ്ലെയിൻഡ് എക്സ്ട്രീം പാലർ. എന്താ കാര്യം, ബ്ലീഡിങ് ഉണ്ടായി, അപ്പൊ ഹീമോഗ്ലോബിൻ കുറഞ്ഞു, ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കുറഞ്ഞു. സോ അതുകൊണ്ട് തന്നെ എക്സ്ട്രീം ആയിട്ടുള്ള പാലർ ഉണ്ടാകും. മൂന്നാമത്തെ കാര്യം, യൂട്രസ് ഈസ് ടെൻസ്ഡ് യൂട്രസ് ആണ്, പിന്നെ ടെൻഡർ ആയിരിക്കും, അതുകൂടാതെ ഉടി ഹാർഡ് ആണ്. അപ്പം എന്താ കാര്യം, ഈ ബ്ലീഡിങ് സംഭവിക്കുന്നു, അതായത് പ്ലാസന്റയ്ക്കും യൂട്രസിനും ഇടയ്ക്ക് ബ്ലീഡിങ് സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ബ്ലഡ് ഇവിടെ കളക്ട് ചെയ്ത് നിൽക്കുന്നു. അത് കാരണം തന്നെ ടെൻഡർനെസ്സും ടെൻസ്ഡും അല്ലെങ്കിൽ ഹാർഡ് ആയിട്ടുള്ള യൂട്രസ് പാൽപേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നു ഇവിടെ. കൂടാതെ FHS ആബ്സെന്റ് ആയിരിക്കും, അതായത് നമ്മുടെ ഫീറ്റൽ ഇറിറ്റേഷൻ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഫീറ്റൽ ഹാർട്ട് സൗണ്ട് ആബ്സെന്റ് ആയിരിക്കും. പിന്നെ അമ്മയുടെ യൂറിൻ ഔട്ട്പുട്ട് ഡിമിനിഷ്ഡ് ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നമ്മൾ സാധാരണ പറയാറുണ്ട് നഴ്സസ് റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറയാറുണ്ട്. എന്താണ് ഡിമിനിഷ്ഡ് യൂറിൻ ഔട്ട്പുട്ട് വരുമ്പോൾ എന്താ നഴ്സസ് റെസ്പോൺസിബിലിറ്റി, നമ്മൾ അവോളി യൂറിൻ ഔട്ട്പുട്ട് നോക്കണം. അത് മിനിമം എത്രയാണ്, മോർ ദാൻ 30 ml/h. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവോളി 30 ml കൂടുതൽ യൂറിൻ ഉണ്ടാകണം അമ്മയുടെ കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതിന്റെ റീസൺ ഇതാണ്. ഇവിടെ ഈ ഷോക്ക് വരുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഹൈപ്പോടെൻഷൻ വരുന്നത് കൊണ്ട് തന്നെ യൂറിനറി ഔട്ട്പുട്ട് കുറവായിരിക്കും. എവിഡൻസ് ഓഫ് ബ്ലഡ് കൊയാഗുലേഷൻ ഡിസോർഡേഴ്സ് നമ്മളത് പഠിക്കും. ഈ DIC, ഡിസെമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കൊയാഗുലേഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിക്കും. സോ അതിൽ ആക്ച്വലി എന്താണ്, ഈ ബ്ലഡ് കൊയാഗുലേഷൻ ഡിസോർഡേഴ്സും ഉണ്ടാകും. അതായത് DIC ഒക്കെ പേഷ്യന്റിന് ഡയഗ്നോസ് ചെയ്ത് കാണും ഈ അബ്രപ്ഷ്യോ പ്ലാസന്റ ഉള്ളപ്പോൾ. സോ ഇതൊക്കെയാണ് ഈ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് അബ്രപ്ഷ്യോ പ്ലാസന്റ വരിക. അടുത്ത് നമ്മൾ കാണുന്നത് കോംപ്ലിക്കേഷൻസ് ആണ്. അപ്പം സാധാരണ ഈ കോംപ്ലിക്കേഷൻസ് റിവീൽഡ് ടൈപ്പിന് അങ്ങനെ വരാറില്ല. കാരണം എന്താണ്, നമ്മൾ ഏർലി ആയിട്ട് അത് ഐഡന്റിഫൈ ചെയ്യും. കാരണം അവിടെ ബ്ലീഡിങ് വരുന്നുണ്ട്. അതേസമയം കൺസീൽഡ് ടൈപ്പിലാണെങ്കിലോ ഹെമറേജ് ഉണ്ടാകും. പക്ഷേ ഹെമറേജ് ഏർലി ആയിട്ട് ഉണ്ടാവത്തില്ല, കുറെ കഴിഞ്ഞ് മാത്രമേ ലേറ്റ് ഓൺസെറ്റ് ഹെമറേജ് ആയിരിക്കും. കൂടാതെ ഷോക്ക് ദാറ്റ് ഇസ് കോസ്ഡ് ബൈ ത്രോംബോപ്ലാസ്റ്റിൻ റിലീസ്. എന്താണ്, ത്രോംബോപ്ലാസ്റ്റിൻ റിലീസ് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് വരുന്നുണ്ട്, പേഷ്യന്റ് ഷോക്ക് വരുന്നുണ്ട്, ലീഡിങ് ടു DIC, ഡിസെമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കൊയാഗുലേഷൻ അല്ലെങ്കിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം. ദെൻ ബ്ലഡ് കൊയാഗുലേഷൻ ഡിസോർഡേഴ്സ് ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ DIC. പിന്നെ റീനൽ കോംപ്ലിക്കേഷൻസ് എസ്പെഷ്യലി ഒളിഗ്യൂറിയ. എന്താണ് ഒളിഗ്യൂറിയ, ഡിക്രീസ്ഡ് യൂറിൻ ഔട്ട്പുട്ട് അല്ലെ. ഡിക്രീസ്ഡ് യൂറിൻ ഔട്ട്പുട്ട് സാധാരണ എത്രയാണ്, ലെസ് ദാൻ 400 ml ഫോർ 24 hours. ഒരു ദിവസത്തിൽ ലെസ് ദാൻ 400 ml യൂറിൻ ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒളിഗ്യൂറിയ എന്ന് പറയും. ആൻഡ് അനൂറിയ ഡ്യൂ ടു ഹൈപ്പോളീമിയ ആൻഡ് റീനൽ ഫെയിലിയർ. അനൂറിയ ഉണ്ടാകും, ആബ്സെൻസ് ഓഫ് യൂറിൻ പ്രൊഡക്ഷൻ എന്ന് പറയുക. സാധാരണ ലെസ് ദാൻ 100 ml/day ആണ് പറയുക. ദെൻ PPH അല്ലെങ്കിൽ പോസ്റ്റ് പാർട്ടം ഹെമറേജ് ഉണ്ടാകും.
കൂടാതെ പെരിഫറൽ സെപ്സിസ്. സോ ഇതൊക്കെ എന്താണ് കോംപ്ലിക്കേഷൻസ് ഓഫ് അബ്രപ്ഷ്യോ പ്ലാസന്റ എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഈ പേഷ്യൻസിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു, ഈ പേഷ്യൻസിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ നെവർ വെയിറ്റ് ആൻഡ് വാച്ച്. എന്താണ് ഈ അബ്രപ്ഷ്യോ പ്ലാസന്റ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ വെയിറ്റ് ചെയ്യരുത്. കാരണം എന്താണ്, ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് DIC അല്ലെങ്കിൽ ഡിസെമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കൊയാഗുലേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും വെയിറ്റ് ആൻഡ് വാച്ച് എന്ന് പറഞ്ഞൊരു സ്ട്രാറ്റജി നമ്മളിവിടെ അഡോപ്റ്റ് ചെയ്യരുത്. എന്താണ് DIC? DIC എന്ന് പറയുമ്പോൾ അതൊരു കൺസംപ്റ്റീവ് കൊയാഗുലോപ്പതിയാണ്. കൺസംപ്റ്റീവ് കൊയാഗുലോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കൊയാഗുലേഷൻ ഫാക്ടേഴ്സിനെയും ബോഡി ആദ്യം തന്നെ യൂസ് ചെയ്ത് കഴിയും. അപ്പൊ എന്ത് സംഭവിക്കും, പിന്നീട് വരുന്ന ബ്ലഡിനെ കൊയാഗുലേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് ഇല്ലാതെ വരും. അത് കാരണം എന്ത് സംഭവിക്കും, ബ്ലീഡിങ് ഉണ്ടാകും. ബട്ട് അതിനാണ് നമ്മൾ DIC എന്ന് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ കവർ ചെയ്യുന്നതായിരിക്കും. കൂടാതെ ടോക്കോലൈറ്റിക്സ് നമ്മൾ കൊടുക്കത്തില്ല പേഷ്യന്റ്. എന്താണ് ടോക്കോലൈറ്റിക്സ്? ടോക്കോലൈറ്റിക്സ് എന്ന് പറഞ്ഞാൽ യൂട്രൈൻ കൺട്രാക്ഷനെ സ്റ്റോപ്പ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ്. ടോക്കോലൈറ്റിക്സ് നമ്മൾ കൊടുക്കത്തില്ല. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യം, റീസസിറ്റേഷൻ ഓഫ് മദർ പ്ലസ് ഇമ്മീഡിയറ്റ് ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. എന്താണ്, നമ്മൾ അമ്മയെ എന്ത് ചെയ്യണം, സ്റ്റേബിൾ ആക്കണം. ഞാൻ പറഞ്ഞു ഷോക്ക് ഉണ്ടാകും അല്ലെ, ഷോക്ക് ഉണ്ടാകും, അതുപോലെ ഹൈപ്പോളീമിയ ഉണ്ടാകും. സോ അതുകൊണ്ട് തന്നെ അമ്മയെ റീസസിറ്റേറ്റ് ചെയ്യണം. അപ്പൊ ഏത് ഫ്ലൂയിഡ് നമ്മൾ സാധാരണ ഇവിടെ കൊടുക്കുക, IV ഫ്ലൂയിഡ് 6 അല്ലെ, റിംഗോസ് ലാക്ടേറ്റ് ആണ് നമ്മൾ സാധാരണ ഈ അബ്രപ്ഷ്യോ പ്ലാസന്റയിൽ കൊടുക്കുക. സോ അമ്മയെ റീസസിറ്റേറ്റ് ചെയ്യുക, അതായത് ഫ്ലൂയിഡ് റീസസിറ്റേറ്റ് ചെയ്യുക, കൂടാതെ ഇമ്മീഡിയറ്റ് ടെർമിനേഷൻ പ്രഗ്നൻസി. എന്താണ്, ഈ പ്രഗ്നൻസി എത്രയും പെട്ടെന്ന് ടെർമിനേറ്റ് ചെയ്യുക, അതായത് വജൈനൽ ഡെലിവറിയോ അല്ലെങ്കിൽ സിസേറിയൻ സെക്ഷനോ ഇൻഡിക്കേഷൻ അനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുക കേട്ടോ. അപ്പം ഈ വജൈനൽ ഡെലിവറി ഇൻ അബ്രപ്ഷ്യോ പ്ലാസന്റയില് വജൈനൽ ഡെലിവറി നമ്മൾ എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ കേസസിലാണ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ഇവിടെ മിസോപ്രോസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. മിസോപ്രോസ്റ്റ് സാധാരണ കോൺട്രാ ഇൻഡിക്കേറ്റ് ആണ് അബ്രപ്ഷ്യോ പ്ലാസന്റ ഉള്ള ഒരു മദറിന്. എന്താ കാര്യം, ക്യാൻ കോസ് ടക്കിസിസ്റ്റോൾ. എന്താണ് ടക്കിസിസ്റ്റോൾ? മോർ ദാൻ 5 contractions per minute. അതായത് കൺട്രാക്ഷൻസ് കൂട്ടും അല്ലെ, കൺട്രാക്ഷൻസ് കൂട്ടും ഈ മിസോപ്രോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. പക്ഷെ ഓക്സിറ്റോക്സിൻ കൊടുക്കാം. എന്തിനാണ്? യൂസ് ടു ഓഗ്മെന്റ് ദ ലേബർ. അതായത് ഈ ഡെലിവറി പ്രോസസ്സിനെ സ്പീഡപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഓക്സിറ്റോക്സിൻ കൊടുക്കാം. ദെൻ ആർട്ടിഫിഷ്യൽ റപ്ചർ ഓഫ് മെമ്പറൈൻ, ARM അല്ലെ, ആർട്ടിഫിഷ്യൽ റപ്ചർ ഓഫ് മെമ്പറൈൻ നമ്മൾ എന്തിനാ ചെയ്യുന്നത്, ഡെലിവറി സ്പീഡപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ റപ്ചർ ഓഫ് മെമ്പറൈനും നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. ഇതിലാണ് അബ്രപ്ഷ്യോ പ്ലാസന്റയിൽ. പിന്നെ ഞാൻ പറഞ്ഞു, ഡിപ്പെൻഡിങ് അപ്പോൺ ദ മെറ്റേണൽ കണ്ടീഷൻ, അമ്മയുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ഏത് മെത്തേഡ് ഓഫ് ഡെലിവറി അല്ലെങ്കിൽ ഏത് മെത്തേഡ് ഓഫ് ടെർമിനേഷൻ ആണ് നമ്മൾ പ്ലാൻ ചെയ്യുക എന്നുള്ളത്. സോ നമുക്ക് വജൈനൽ ഡെലിവറി പോസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, സിസേറിയൻ സെക്ഷനിലേക്ക് പോകാം കേട്ടോ. സിസേറിയൻ സെക്ഷൻ അത് ഏത് കേസിലാണ് ഈ സിസേറിയൻ സെക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇൻഡിക്കേറ്റഡ് ഇഫ് വജൈനൽ ഡെലിവറി ഈസ് നോട്ട് ഫീസിബിൾ. വജൈനൽ ഡെലിവറി ഫീസിബിൾ അല്ലാതെ വരികയാണെങ്കിൽ നമുക്ക് സിസേറിയൻ സെക്ഷനിലേക്ക് പോകാം. ഏതൊക്കെയാണ് ഈ വജൈനൽ ഡെലിവറി ഫീസിബിൾ അല്ലാതെ വരിക? അതായത് കോൺട്രാ ഇൻഡിക്കേഷൻസ് ഓഫ് വജൈനൽ ഡെലിവറി അല്ലേ, അതായത് ഫീറ്റൽ ഡിസ്ട്രസ്, അതായത് കുഞ്ഞിന് ഗർഭസ്ഥ ശിശുവിന് ഡിസ്ട്രസ് ഉണ്ടാകുക, അല്ലെങ്കിൽ FHS ഫീറ്റൽ ഹാർട്ട് സൗണ്ട് ആബ്സെന്റ് ആയിരിക്കുക, കൂടാതെ ഫെയിലിയർ ടു പ്രോഗ്രസ് ഇൻ ലേബർ പ്രോഗ്രസ് ചെയ്യാണ്ടിരിക്കുക, അല്ലെങ്കിൽ സിവിയർ മെറ്റേണൽ ഇൻസ്റ്റെബിലിറ്റി, അതായത് അമ്മയുടെ വൈറ്റൽ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ വൈറ്റൽ സയൻസ് ഒക്കെ അൺസ്റ്റേബിൾ ആവുക. സോ ആ കേസിലൊക്കെ നമുക്ക് സിസേറിയൻ സെക്ഷനിലേക്ക് പോകാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടത് എന്താണ്, അവോയ്ഡ് റീജിയണൽ അനസ്തീഷ്യ ഇഫ് സിഗ്നിഫിക്കന്റ് ഹെമറേജ് ഇസ് പ്രസന്റ്. അതായത് അമ്മയ്ക്ക് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഹെമറേജ് അല്ലെങ്കിൽ വളരെ സിവിയർ ആയിട്ടുള്ള മാസീവ് ആയിട്ടുള്ള ഹെമറേജ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ റീജിയണൽ അനസ്തീഷ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഇത് സ്പൈനൽ അനസ്തീഷ്യ ഒക്കെ കൊടുത്തിട്ടായിരിക്കും സാധാരണ ചെയ്യുക. ഈ സ്പൈനൽ അനസ്തീഷ്യ പോലെയുള്ള റീജിയണൽ അനസ്തീഷ്യ നമ്മൾ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ അത് കോൺട്രാ ഇൻഡിക്കേറ്റ് ആണ്. ഏതിനാണ്, അബ്രപ്ഷ്യോ പ്ലാസന്റ. കാരണം എന്താണ്, ടു പ്രിവെന്റ് ഹൈപ്പോടെൻഷൻ. നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ, അതായത് ഈ സ്പൈനൽ അനസ്തീഷ്യയുടെ കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന സാധാരണ ഹൈപ്പോടെൻഷൻ ആണ്. അപ്പൊ ഹൈപ്പോടെൻഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ റീജിയണൽ അനസ്തീഷ്യ അവോയ്ഡ് ചെയ്യുക. സോ ഇത്രയും ആണ് എന്താണ് നമ്മുടെ അബ്രപ്ഷ്യോ പ്ലാസന്റയിലെ മാനേജ്മെന്റ് ആയിട്ട് വരിക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മള് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പഠിച്ചത്. അബ്രപ്ഷ്യോ പ്ലാസന്റ നമ്മൾ അതിന്റെ ഡെഫിനിഷൻ പഠിച്ചു, പിന്നെ അതിന്റെ റിസ്ക് ഫാക്ടേഴ്സ്, അതിന്റെ ടൈപ്സ് പഠിച്ചു, അതിന്റെ ഗ്രേഡിങ്, മാനിഫെസ്റ്റേഷൻസ്, ഡയഗ്നോസിസ്, പിന്നെ അതിന്റെ മാനേജ്മെന്റ്, കോംപ്ലിക്കേഷൻസ് പഠിച്ചത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ വരുന്ന JPHN എക്സാമിനും അതോടൊപ്പം തന്നെ DME സ്റ്റാഫ് നഴ്സ് എക്സാമിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്. ഇന്ന് നിങ്ങൾ നോക്കിക്കോ, ഈ അബ്രപ്ഷ്യോ പ്ലാസന്റ
പ്ലാസന്റ പ്രീവിയ. ഇതിൽ നിന്ന് JPHന് 2-3 ക്വസ്റ്റ്യൻ മിനിമം ഉണ്ടാകും. അതുപോലെ നമ്മുടെ സ്റ്റാഫ് നഴ്സ് എക്സാമിന് അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഉണ്ടാകും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം നന്നായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കാം. ഈ 2 കോഴ്സിനും, അതായത് JPHനും DME സ്റ്റാഫ് നഴ്സിന്റെയും കോച്ചിങ് നമ്മുടെ എഡ്യൂസ് അക്കാഡമിയിൽ നടന്നു വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നമ്മുടെ ഈ JPHന്റെ ആണെങ്കിലും DME സ്റ്റാഫ് നഴ്സിന്റെ ആണെങ്കിലും ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് കവർ ചെയ്യുന്ന ടോപ്പിക്സ് തന്നെയായിരിക്കും ഇവിടെ നമ്മൾ ക്ലാസ്സുകൾ നടത്തുക. സോ റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ടാകും, കൂടാതെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉണ്ടാകും, പിന്നെ റാങ്ക് ബൂസ്റ്റർ പാക്ക് ഉണ്ടാകും, പിന്നെ DME സ്റ്റാഫ് നഴ്സിന് നമ്മുടെ റാങ്ക് ഫയലും ഒക്കെ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അഡ്മിഷൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക.